ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലെ നമ്മുടെ ജാസ്മിന് കൃത്യമായിട്ട് കിട്ടുന്നത് എല്ലാ പ്രാവശ്യവും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യവും കൃത്യമായിട്ട് ജാസ്മിന് കിട്ടും. ജാസ്മിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും എന്നുള്ളതാണ്. അപ്പം ഒരു പ്രാവശ്യം ഈ തുമ്മലിൻ്റെ ദോശയല്ല ചായയായിരുന്നു, പിന്നെ മൈക്ക് ഊരി വെക്കുന്നതിനെ പറ്റിയായിരുന്നു. അങ്ങനെ പലതും പല ദിവസങ്ങളിലെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലെല്ലാം തന്നെ ഒരു കുറച്ച് നേരം ജാസ്മിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയായിരിക്കും മാറ്റി വെക്കുന്നത്. ഇന്നും അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. ഒന്നല്ലെങ്കിൽ ഒരു വിഷയം ജാസ്മിൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുമല്ലോ. പക്ഷേ ഗുരുതരമായൊരു വിഷയം തന്നെയായിരുന്നു ഇന്ന് ചർച്ച ചെയ്തത്. ഗ്യാസ് തുറന്നു വെച്ചിട്ട് അങ്ങ് പോയി. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു. ആ പ്രൊമോ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ആ ഗ്യാസ് തുറന്നു വെച്ചത് ജാസ്മിൻ തന്നെയാണ്. കാരണം അന്ന് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ജാസ്മിൻ മുഖം പൊത്തിപ്പിടിച്ച് താഴോട്ടിരിക്കുന്നുണ്ട്. ഒരവസ്ഥ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ലാലേട്ടൻ ചോദിച്ചപ്പം എനിക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറയ്ക്കാനാണ് ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ ജാസ്മിന് തന്നെ അറിയാം ജാസ്മിൻ ആയിരുന്നുവെന്ന്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് വീഡിയോ കാണിച്ചത്. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ജാസ്മിൻ തന്നെയാണ്. ഏതായാലും പിന്നെ കിട്ടേണ്ടത് മൊത്തം കിട്ടി ബോധിച്ചു എന്ന് തന്നെ പറഞ്ഞാൽ മതി. അത് ജാസ്മിനൊരു പുത്തിരിയല്ല. എനിക്ക് തോന്നുന്നു ജാസ്മിന് ഇനിയിപ്പം ലാലേട്ടൻ വഴക്ക് പറയാത്ത ഏതെങ്കിലും എപ്പിസോഡുണ്ടോ എന്ന് നോക്കിയിരുന്നാൽ മതി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ദിവസം ലാലേട്ടൻ എന്തോ കാര്യത്തിന് കൊള്ളാം ജാസ്മിന് ഗുഡെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ അത് ഭയങ്കര സന്തോഷമായിരുന്നു. ജാസ്മിൻ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയുള്ളൊരു എന്താ പറയുന്നത് അഭിനന്ദനം കിട്ടാറുള്ളൂ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. അത് ലാലേട്ടൻ്റെ കുഴപ്പമല്ല, ബിഗ് ബോസിൻ്റെയും കുഴപ്പമില്ല. ഓരോ പ്രാവശ്യവും ലാലേട്ടൻ വരുമ്പോഴത്തേന് ഒരു പിടി പ്രശ്നങ്ങൾ ജാസ്മിൻ ഉണ്ടാക്കി വെച്ചേക്കും. എന്നിട്ട് ജാസ്മിൻ അത് സമ്മതിക്കത്തുമില്ല എന്നുള്ളതാണ് പ്രശ്നം. ലാലേട്ടൻ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ജാസ്മിൻ അത് ഇങ്ങനെ ഓർമ്മയില്ല, ഞാൻ കണ്ടില്ല, ഇത്രയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, പക്ഷേ അത് പലപ്പോഴും പാളിപ്പോകുന്നതായിട്ടാണ് ജാസ്മിനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുപറ്റിപ്പോയി, ഇപ്പം തെറ്റുപറ്റിപ്പോയി ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞത് ജാസ്മിൻ്റെ എത്രാമത്തെ ആണെന്ന് തന്നെ നമുക്ക് ഓർമ്മയില്ല. എല്ലാ പ്രാവശ്യം വരും ലാലേട്ടൻ ഇനി ആവർത്തിക്കത്തില്ല, തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കുക എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു ശീലമായിട്ട് ജാസ്മിൻ്റെ കാര്യം മാറിയിട്ടുണ്ട്. എന്നാലും ഈ പ്രാവശ്യത്തെ ഫ്രൈയോട് എല്ലാം ശരിയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ലാലേട്ടൻ കൊടുക്കേണ്ടത് കൊടുക്കും.